എന്റെ സമുദായത്തിലെ അവസാനം വരുന്ന ആളുകള്, ആദ്യകാലക്കാരെ ആക്ഷേപിക്കുന്ന ഒരു ഘട്ടം വരൽ, അവസാനം വരുന്ന ആളുകൾ മുൻഗാമികളെ തെറി പറയുക, സഹാബത്തിന് തെറി പറയുക, ബഹുമാനപ്പെട്ട അഇമ്മത്തിന് ആക്ഷേപം നടത്തുക, അങ്ങനെ ഒരു വിഭാഗം ലോകത്ത് വന്നാൽ സഹാബ നിങ്ങൾ അന്ത്യനാളിനെ പ്രതീക്ഷിച്ചു കൊള്ളണേ. ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, അങ്ങനെ പറയുന്ന ആളുകൾ വന്നു. കേരളത്തിലെ മുസ്ലിയാക്കന്മാർ ദീനിൽ തെളിവല്ലാത്തതുപോലെ, കേരളത്തിലെ മുസ്ലിയാക്കന്മാർ ദീനിൽ തെളിവല്ലാത്തതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തും ദീനിൽ തെളിവല്ല എന്ന് പരസ്യമായി പ്രസംഗിക്കാൻ ധൈര്യം കാണിക്കുകയാണ്. മക്കത്തെ ഉമർ തറാവീഹിനെ 20 റക്അത്താക്കിയെങ്കിൽ വെളിയങ്കോട്ട ഉമറിദാ അതിനെ 8 റക്അത്താക്കുകയാണെന്ന് പരസ്യമായി പ്രഭാഷണം നടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരുപാട് അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ. ആ മഹാന്മാർക്കൊന്നും ആദരവില്ല. ആദരവും ആരാധനയും രണ്ടും ഒന്നാണെന്ന് പറഞ്ഞു. ആരാധന ആദരവ് അതൊക്കെ ഒന്നാണ്. ആരാധനയും ആദരവൊക്കെ അള്ളാഹുവിനെ പറ്റുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വികലമായ ആശയങ്ങൾ മുൻഗാമികളായ നമ്മുടെ അഇമ്മത്ത് പഠിപ്പിച്ചതിന്റെ ഘടകവിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുകയാണ്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാധനയും ആദരവും രണ്ടും രണ്ടാണ്. ആരാധനയും ആദരവും രണ്ടും വേറെ വേറെയാണ്. അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുക, അത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നാണ്. ആരാധന അത് ഖാലിഖായ പടച്ച തമ്പുരാന് മാത്രമാണ്. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അത് ഏകഛത്രാധിപതിയായ ബ്രഹ്മാണ്ഡ ഘടാഹങ്ങളുടെ അധിപനായ അഖിലാണ്ഡ മണ്ഡലങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ച തമ്പുരാന് മാത്രമാണ് ആരാധന. അല്ലാതെ ഒരു ഔലിയാക്കളുടെ മുമ്പിലും സുന്നികൾ ആരാധിക്കുന്നില്ല. ഒരു ഔലിയാക്കളുടെ മസാറിന്റെ മുമ്പിലും സുജൂദ് ചെയ്യണമെന്ന് സമസ്ത പറഞ്ഞിട്ടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ പറഞ്ഞിട്ടില്ല. ആരാധന അത് അല്ലാഹുവിന് മാത്രമാണ്. എങ്കിൽ ആദരവ് അത് അല്ലാഹുവിന്റെ ഔലിയാക്കളോട് വേണം, അത് ആലിമീങ്ങളോട് വേണം, അത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരോട് പൂർവസൂരികളോട് ഉണ്ടാകേണ്ടതാണ്. തഅ്ലീമു മാ ലോകം കണ്ട പ്രതിഭാശാലിയായ മഹാനരല്ലയോ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ. ആരാണ് മഹാനായ ഇമാമുന ശാഫിഈ? ആലിമു ഖുറൈശിൻ യംലഉ തിബാകൽ അർളി ഇൽമാ, ഭൂഗോളം മുഴുവനും വിജ്ഞാനത്തിന്റെ പ്രസരണം നടത്തുന്ന ഒരു മഹാനായ പണ്ഡിതന്, ഖുറൈശിയായ പണ്ഡിതന് ലോകത്ത് വരുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 114 മുമ്പ് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ആ പറഞ്ഞ മഹാൻ, അത് മദ്ഹബിന്റെ ഇമാമായ നമ്മുടെ ഇമാമായ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അല്ലാതെ മറ്റാരുമാകാൻ തരമില്ല. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയാണ്, അതുപോലെയുള്ള ആലിമീങ്ങൾ ഒന്നടങ്കം ഐക്യകണ്ഠേന പറയുകയാണ്, അത് മഹാനായ ഇമാമുന ശാഫിഈ തങ്ങളാണ്. ലോകം മുഴുവനും വിജ്ഞാനം പ്രചരിപ്പിക്കുന്ന ഒരു പണ്ഡിതന് കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഹാനായ ഇമാമുന ശാഫിഈ തങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഇമാമുന ശാഫിഈ തങ്ങളാണ് നമുക്ക് ആദരവ് പഠിപ്പിച്ചത്. ബഹുമാനപ്പെട്ടവരെ നഫീസത്ത് ബീവിയെ എത്രമാത്രം ആദരിച്ചിട്ടുണ്ടെന്നറിയുമോ? ചരിത്രത്തിന്റെ താളുകളിലൂടെ നമ്മൾ വായിക്കുകയാണ്. ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തനിക്ക് രോഗങ്ങൾ പിടിപെട്ടാൽ, ബഹുമാനപ്പെട്ടവർക്ക് രോഗമുണ്ടായാൽ നേരെ ആളെ പറഞ്ഞേക്കും മഹദി നഫീസ
റളിയല്ലാഹു അൻഹയുടെ സവിധത്തിലേക്ക് നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ആള് പോകും. മഹാനായ ഇമാമുന ശാഫിഈ തങ്ങൾക്ക് രോഗമാണ്, ദുആ ചെയ്യിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങയോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മഹദി ദുആ ചെയ്യും, ഇമാമുന ശാഫിഈ തങ്ങളുടെ രോഗത്തിന് ശമനം ലഭിക്കും ചരിത്രമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം ലോകത്തോട് വിട പറഞ്ഞു പോയ ആ രോഗശയ്യയിൽ കിടക്കുമ്പോ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു സാധാരണഗതിയിൽ നഫീസത്ത് ബീവിയുടെ അരികിലേക്ക് ആളെ അയക്കുന്നത് പോലെ ആ സമയത്തും നഫീസത്ത് ബീവിയുടെ അരികിലേക്ക് ആളെ പറഞ്ഞേക്കുകയാണ്. ആ മനുഷ്യൻ അവിടെ ചെന്ന് പറഞ്ഞു, ഓ ബഹുമാനപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ തങ്ങൾക്ക് വലിയ രോഗം പിടിപെട്ടിരിക്കുകയാണ്, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്. ബഹുമാനപ്പെട്ട മഹദി പറഞ്ഞു, ഓരോരുത്തർക്കും അവധിയെത്തിയാൽ ഒരു അവധിയുണ്ട്, അല്ലാഹു തീരുമാനിച്ച ഒരവധി. അതെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും ദുനിയാവിൽ നിൽക്കില്ലല്ലോ. ആ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ പരലോകം പുൽകണമല്ലോ. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ആ മനുഷ്യൻ കടന്നു വരികയാണ്. ശാഫിഈ ഇമാമിനോട് നഫീസത്ത് ബീവിയുടെ വാചകങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മരണത്തിന് ഒരുങ്ങുകയാണ്. ബഹുമാനപ്പെട്ടവര് ആ രോഗശയ്യയിൽ കിടന്ന് തന്നെ ലോകത്തോട് വിട പറഞ്ഞു പോവുകയും ചെയ്യുകയാണ്. ഇത് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയാണ്. ഇത് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. പ്രിയപ്പെട്ടവരെ, തീർന്നില്ല. ബഹുമാനപ്പെട്ടവര് വസിയ്യത്ത് പോലും ചെയ്തുവല്ലോ, ഞാൻ മരണപ്പെട്ടു പോയാൽ നിങ്ങളെന്റെ ജനാസ മഹദി നഫീസത്ത് ബീവിയുടെ അരികിൽ കൊണ്ടുപോയി നമസ്കരിപ്പിക്കണേ. ഇമാമുന ശാഫിഈ തങ്ങളുടെ വസിയത്താണ്. അങ്ങനെ ആ വസിയത്ത് നിറവേറ്റപ്പെട്ടു, ആ വസിയത്ത് നടപ്പിൽ വരുത്തി എന്നൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഇമാമുന ശാഫിഈ തങ്ങളുടെ ജനാസ മഹദി നഫീസത്ത് ബീവിയുടെ അരികിൽ കൊണ്ടുവച്ചു, നഫീസത്ത് ബീവി നിസ്കരിച്ചിട്ടുണ്ട് എന്നൊക്കെ ചരിത്രം. ഇത് ആദരവാണ്. ഈ ആദരവാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാടില്ല എന്ന് ചില ആളുകൾ ഇവിടെ പറയാൻ ശ്രമിച്ചത്. ഈ ആദരവിനെ എടുത്തു കളയണമെന്നാണ് ചില ആളുകൾ ഇവിടെ പരിശ്രമം നടത്തിയത്. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത് ആദരവ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമാണ്. ആദരിക്കേണ്ട ആളുകളെ ആദരിക്കണം. മാലിക് ദീനാർ തങ്ങൾ കിടക്കുന്ന മണ്ണാണ് കാസർഗോഡിന്റെ മണ്ണ്. നമ്മൾ അനുഗ്രഹീതരാണ്, നമ്മളെ ഭാഗ്യശാലികളാണ്. ബഹുമാനപ്പെട്ട മാലിക് ദീനാർ തങ്ങൾ കിടക്കുന്ന മണ്ണ്, ആ മണ്ണിന്റെ ചാരത്ത് താമസിക്കാൻ ഭാഗ്യം ലഭിച്ചവർ നമ്മൾ. പ്രിയപ്പെട്ടവര്, മഹാരഥന്മാര് കിടക്കുന്ന മണ്ണിന് പോലും ബർക്കത്തുണ്ടല്ലോ. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ പ്രവാചകരെ ഇസ്രാഇന്റെ രാത്രിയിൽ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു പറഞ്ഞത്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. മസ്ജിദുൽ അഖ്സയിലേക്ക് നാം നമ്മുടെ അടിമയെ കൊണ്ടുപോയി. മസ്ജിദുൽ അഖ്സയെ പറ്റി അല്ലാഹു പറഞ്ഞതെന്താ? അല്ലദീ ബാറക്നാ ഹൗലാ, അതിന്റെ പരിസരത്ത് മുഴുവനും നാം ബർക്കത്ത് ചെയ്തിരിക്കുകയാണ്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാരഥന്മാരായ മുഫസ്സിറുകൾ പറയുകയാണ്, എന്താണ് അല്ലാഹു നൽകിയ ബർക്കത്ത്? എന്താണ് മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് മുഴുവനും അല്ലാഹു ചെയ്ത ബർക്കത്ത്? എന്താണ്? മഹാരഥന്മാരായ അമ്പിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, ഔലിയാക്കളുടെ, മുത്തഖീങ്ങളായ ആളുകളുടെ ഖബറുകളെ കൊണ്ട് പ്രകാശപൂരിതമാണ്. ഒരുപാട് അമ്പിയാക്കന്മാരുടെ ഖബറുകൾ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ പരിസരത്തുണ്ട്. മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള ഒട്ടനവധി അമ്പിയാ മുർസലുകൾ കിടന്നുറങ്ങുന്ന മണ്ണാണ് മസ്ജിദുൽ അഖ്സയുടെ പരിസരം. അതുകൊണ്ടാണ് മസ്ജിദുൽ അഖ്സയ്ക്ക് ബറക്കത്ത് കിട്ടിയത് എന്ന് മഹാരഥന്മാരായ ആലിമീങ്ങള്, ബഹുമാനപ്പെട്ട അഇമ്മത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മഹാനായ സയ്യിദുനാ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം,
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം, ബഹുമാനപ്പെട്ടവർ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ രണ്ട് നാട്ടുകാര് തമ്മിൽ തർക്കിക്കുകയാണ്, തർക്കം കൂടുകയാണ്. അദ്ദേഹത്തിന്റെ ജന്മനാട്ടുകാര് പറയുന്നു, മറമാടേണ്ടത് ഞങ്ങളുടെ നാട്ടിലെയാണ്, ജന്മസ്ഥലത്താണ് മറമാടേണ്ടതെന്ന് ജന്മനാട്ടുകാർ അല്ല, ഞങ്ങളുടെ നാട്ടിലാണ് അദ്ദേഹം മരണപ്പെട്ടത്, അതുകൊണ്ട് മറമാടേണ്ടത് ഞങ്ങളുടെ നാട്ടിലാണ് എന്ന് ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടു പോയ വഫാത്തായ ആ സ്ഥലത്തുള്ള ആളുകളും ആ പ്രദേശത്തുകാരും രണ്ട് നാട്ടുകാരെ തമ്മിൽ തർക്കം കൂടുകയാണ്. എന്തിന്റെ പേരിലാണ്? ഒരു മഹാനായ മനുഷ്യന്റെ ഭൗതിക ശരീരം എവിടെ വെക്കണമെന്ന കാര്യത്തിലാണ് പ്രശ്നം. മഹാനായ ഒരു മനുഷ്യന്റെ ഭൗതിക ശരീരമാണ്, അത് അടക്കം ചെയ്യപ്പെടുന്ന സ്ഥലത്തും അതിന്റെ പരിസരങ്ങളിലും ബർക്കത്താണ്. അതുകൊണ്ട് തന്നെ അവരെ മറമാടപ്പെടുന്ന വിഷയത്തിൽ വലിയ തർക്കം വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട പ്രവാചകന്റെ ഭൗതിക ശരീരം എവിടെ മറവ് ചെയ്യപ്പെടണമെന്ന വിഷയത്തില് വലിയ തർക്കം രൂക്ഷമാവുകയാണ്. അങ്ങനെ അവർക്കിടയിൽ മധ്യസ്ഥം വഹിക്കാൻ ആള് വരികയാണ്. മധ്യസ്ഥൻ അവരോടായി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, രണ്ട് നാട്ടുകാരും തമ്മിൽ തർക്കമാണ്, ഒരു കാര്യം ചെയ്യാം, ബഹുമാനപ്പെട്ടവരുടെ ഭൗതിക ശരീരം ഈയം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ബോക്സിൽ നിക്ഷേപിച്ചുകൊണ്ട് നൈലിന്റെ ഓളങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കാം. നൈലിന്റെ ഓളങ്ങളിലൂടെ 400 കൊല്ലക്കാലം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭൗതിക ശരീരം നൈലിന്റെ ഓളങ്ങളിലൂടെ കിടന്ന് കറങ്ങുകയാണ്. 400 കൊല്ലക്കാലം രണ്ട് നാട്ടുകാർക്കും ആ ഭൗതിക ശരീരത്തിന്റെ ബറക്കത്ത് ലഭിക്കുകയാണ്. ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാ, പ്രിയപ്പെട്ടവരെ, തഫ്സീർ ഗ്രന്ഥങ്ങളെ രേഖപ്പെടുത്തുകയാ. രണ്ട് നാട്ടുകാർക്ക് മാത്രമല്ല, നൈലിന്റെ ഓളങ്ങൾക്ക് പോലും അതുകൊണ്ട് ബർക്കത്ത് ലഭിച്ചുവല്ലോ. നൈലിന്റെ ജലത്തിന് പോലും, നൈലിന്റെ വെള്ളം പോലും അതുകൊണ്ട് ബർക്കത്ത് ലഭിച്ചുവല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് കാരണങ്ങളുണ്ട് നൈലിന്റെ വെള്ളത്തിന് പവിത്രത വർദ്ധിക്കാൻ. അതിലൊരു കാരണം ബഹുമാനപ്പെട്ട യൂസുഫ് നബി എന്ന പ്രവാചകന്റെ ഭൗതിക ശരീരം അതിന്റെ മുകളിലൂടെ കിടന്ന് കറങ്ങിയതിന്റെ പേരില് അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി സബാഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസമിൻ ഫൽ കൗസരി ഫാനിലു മിസ്റാ സുമ്മ ബാഖിൽ അൻഹുരി. ലോകത്തേറ്റവും ശ്രേഷ്ഠമായ വെള്ളമേതെന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരുടെ വിരലുകൾക്കിടയിൽ നിന്ന് ഒലിച്ചിറങ്ങിയ വെള്ളമാണ്. ചരിത്രം വിശാലമാണ്, സമയത്തിന്റെ ദൗർലഭ്യം കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ വിരലുകൾക്കിടയിൽ നിന്ന് ഒലിച്ചിറങ്ങിയ വെള്ളമാണ് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം. പിന്നെയോ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്, അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി സബാഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസം, അതിനോടടുത്ത വെള്ളം മാഉ സംസം, സംസം വെള്ളമാണ്. പിന്നെയോ ഫാനീലു മിസ്റ, ഈജിപ്തിലുള്ള നൈലിന്റെ വെള്ളമാണ്. സംസം വെള്ളം കഴിഞ്ഞാൽ പിന്നെ നൈലിന്റെ വെള്ളത്തിനാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത, ഏറ്റവും വലിയ പുണ്യമുള്ളതെന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞാൽ ലോകത്തെ മറ്റെല്ലാ നദികളും അത് കഴിഞ്ഞാലാണ് നൈലിന്റെ വെള്ളം കഴിഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, മഹാന്മാര് കിടക്കുന്ന മണ്ണിന് പോലും ബർക്കത്തുണ്ട്. ഈ ആദരവാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിന്റെ മണ്ണിൽ പഠിപ്പിച്ചത്. ഈ ആദരവ് പാടില്ല എന്ന് പറയുന്ന ആളുകൾ രംഗപ്രവേശം ചെയ്തപ്പോഴാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ ബീജാപാപം നൽകപ്പെട്ടത്. അൽഹംദുലില്ലാഹ്,